Hi students, mean deviation ആണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓൾറെഡി നമ്മൾ ക്ലാസ്സിൽ mean deviation for റോ ഡേറ്റയും mean deviation for ungrouped frequency ടേബിളും ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതാണ്. ഒന്ന് റിവൈസ് ചെയ്യാം നമുക്ക്. mean deviation എന്ന് പറയുന്നത് എപ്പോഴും എങ്ങനെയാണ് നമ്മൾ പറയുക? ഇറ്റ് ഈസ് ഓൾവേസ് സെഡ് എബൌട്ട് എ കോൺസ്റ്റന്റ് എ. നമ്മൾ ഓൾറെഡി ക്ലാസ്സിൽ പറഞ്ഞതുപോലെ ഈ എ എന്ന് പറയുന്നത് 2എന്നോ 10എന്നോ 25എന്നോ അങ്ങനെ എന്തെങ്കിലും പറയുന്ന ഒരു കോൺസ്റ്റന്റ് ആകാം. അതായത് നിങ്ങളോട് ചിലപ്പോൾ എക്സാമിന് ചോദിക്കുന്നത് ഫൈൻഡ് ദ മീൻ ഡീവിയേഷൻ അബൌട്ട് 16 എന്നായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഡയറക്ട്ലി 16 ഉപയോഗിച്ച് നമുക്കത് ചെയ്യാൻ പറ്റും. ഇനി അതിന് പകരം എ എന്താകാം? എ ക്യാൻ ഓൾസോ ബി സം മെഷർ ഓഫ് സെൻട്രൽ ടെൻഡൻസി. അതായത് മീനോ മീഡിയനോ മോഡോ അങ്ങനെ എന്തെങ്കിലും ഒരു മെഷർ ഓഫ് സെൻട്രൽ ടെൻഡൻസി ആയിട്ടും എ വരാം. അതായത് ക്വസ്റ്റ്യൻ വരുന്നത് ഫൈൻഡ് ദ മീൻ ഡീവിയേഷൻ അബൌട്ട് ദ മീൻ അല്ലെങ്കിൽ ഫൈൻഡ് ദ മീൻ ഡീവിയേഷൻ അബൌട്ട് ദ മീഡിയൻ അങ്ങനെയായിരിക്കും. അങ്ങനെ ക്വസ്റ്റ്യൻ വന്നാൽ യു ഹാവ് ടു ഫസ്റ്റ് ഫൈൻഡ് ദ മെഷർ ഓഫ് സെൻട്രൽ ടെൻഡൻസി. അതിനുശേഷമാണ് മീൻ ഡീവിയേഷന്റെ പ്രൊസീജിയറിലേക്ക് പോകേണ്ടത്. അപ്പം മീൻ ഡീവിയേഷൻ അബൌട്ട് എ റോ ഡേറ്റയുടെ കേസിൽ കണ്ടുപിടിക്കുന്ന ഫോർമുല എന്തായിരുന്നു? ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് 1/n summation I equal to 1 to n mod xi minus a. ഇതിന്റെ പ്രോബ്ലം നമ്മൾ ഓൾറെഡി ചെയ്തതാണ്. ഇതിന്റെ നെക്സ്റ്റ് കേസ് എന്ന് പറയുന്നത് അൺഗ്രൂപ്പ് ഡേറ്റ. അതായത് നമ്മളുടെ കയ്യിൽ ടേബിളിൽ ഒബ്സർവേഷനും ഫ്രീക്വൻസിയും ഉള്ള ഡേറ്റ, ഒബ്സർവേഷനും ഫ്രീക്വൻസിയും തന്നിട്ടുള്ള ഡേറ്റ. അങ്ങനെയാണെങ്കിൽ മീൻ ഡീവിയേഷന്റെ ഫോർമുല എങ്ങനെയാ മാറുക? മീൻ ഡീവിയേഷൻ അബൌട്ട് എ ബിക്കംസ് 1/N summation I equal to 1 to n mod xi minus a into fi. ഇങ്ങനെയുള്ള എല്ലാ ഫോർമുലയിലും, അതായത് അരിത്മെറ്റിക് മീൻ്റെ ഫോർമുല ആയാലും ജോമെട്രിക് മീൻ്റെ ഫോർമുല ആയാലും ഹാർമോണിക് മീൻ്റെ ഫോർമുല ആയാലും അവിടെ എല്ലാം റോ ഡേറ്റ കേസിൽ നിന്നും നമ്മൾ ഫ്രീക്വൻസി ഡേറ്റയിലേക്ക് മാറുമ്പം മെയിൻ ആയിട്ടുണ്ടാവുന്ന മാറ്റങ്ങൾ ഇതൊക്കെയാണ്. സ്മോൾ എൻ എന്ന് പറയുന്നത് എന്തായി മാറും? ക്യാപിറ്റൽ എൻ ആവും. ഇവിടെ സമ്മേഷൻ്റെ ഉള്ളിൽ കിടക്കുന്ന ഈ സംഗതിയെ ഒരു FI കൊണ്ടുകൂടെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യേണ്ടി വരും. ഈ രീതിയിലാണ് മാറ്റം വരുന്നത്. അത് ജസ്റ്റ് നിങ്ങൾക്ക് ആ ഫോർമുല കാണാതെ പഠിക്കാതെ തന്നെ മനസ്സിലാക്കാൻ വേണ്ടി ജസ്റ്റ് പറയുന്നതാണ്. ഇങ്ങനായിരിക്കും ഈ ഫോർമുലയിലെ ചേഞ്ച് വരിക. ഓക്കെ, അപ്പോൾ നമ്മൾ അൺഗ്രൂപ്പ് ഫ്രീക്വൻസി കേസിലും വി ഹാവ് ഓൾറെഡി ഡൺ എ പ്രോബ്ലം ഇൻ ക്ലാസ്. നമുക്കിനി ഇതിൻ്റെ തന്നെ ഗ്രൂപ്പ്ഡ് ഫ്രീക്വൻസി കേസിലോട്ട് പോകാം. ഗ്രൂപ്പ് ഫ്രീക്വൻസി മീൻസ് യു വിൽ ബി ഗിവൻ ക്ലാസ് ആൻഡ് ഫ്രീക്വൻസി. അതായത് ടേബിളിൽ നമ്മൾ ഡേറ്റ സെറ്റിനകത്ത് യു വിൽ ബി ഹാവിങ് ക്ലാസ്സസ് ആൻഡ് ഫ്രീക്വൻസീസ്. ഇപ്പം ക്ലാസ്സും ഫ്രീക്വൻസിയും ഉള്ളപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ എടുക്കാം. 0 to 10, 10 to 20, 20 to 30, 30 to 40. ഇതാണ് ക്ലാസ്സസ്. ഫ്രീക്വൻസി 1, 3, 5, 2. ഇതാണ് ഫ്രീക്വൻസി. അങ്ങനെയാണെങ്കിലും നമ്മൾ യൂസ് ചെയ്യേണ്ടത് ഈ സെയിം ഫോർമുലയാണ്. ഒരു മാറ്റവും ഇല്ല ഫോർമുലയിൽ. നമ്മൾ ചെയ്യേണ്ടത് ഇത് തന്നെയാണ്. വാട്ട് വി ഹാവ് ടു ഡു ഇസ് നമ്മൾ ആദ്യം xi കണ്ടുപിടിക്കണം എന്നൊരു എക്സ്ട്രാ ജോലി അല്ലേ. നമ്മൾ ഇങ്ങനെ തന്നെയായിരുന്നു ജോമെട്രിക് മീനിലൊക്കെ ചെയ്തത്. സോ ഫോർമുല സെയിം തന്നെയാണ്. ക്ലാസിന്റെ മിഡ് വാല്യൂസിനെ നമ്മൾ എക്സൈസ്, ക്ലാസ് മാർക്കിനെ നമ്മൾ എക്സൈസ് ആയിട്ട് എടുക്കുന്നു. എന്നിട്ട് സെയിം ഫോർമുല യൂസ് ചെയ്ത് നമ്മൾ മീൻ ഡീവിയേഷൻ അബൌട്ട് എ ചെയ്യുന്നു. അപ്പോൾ ഈ ഫോർമുല ഉപയോഗിച്ച് മീൻ ഡീവിയേഷൻ അബൌട്ട് എ ഗ്രൂപ്പ് ഡേറ്റയിൽ കണ്ടുപിടിക്കാനായിട്ട് നമുക്കൊരു ടേബിൾ വേണം അല്ലേ. അപ്പം എന്തായിരിക്കും ആ ടേബിളിലെ കോളംസ്? നമ്മൾ നേരത്തെ അൺഗ്രൂപ്പ് ഡേറ്റയിൽ ചെയ്ത അതേപോലെയാണ്. ആകെ വരുന്ന ഒരു ചെറിയ വ്യത്യാസം എന്ന് പറയുന്നത് ഒന്നാമത്തെ കോളം എന്ന് പറയുന്നത് ക്ലാസ് ആയിരിക്കും, രണ്ടാമത്തെ കോളം എന്ന് പറയുന്നത് ഫ്രീക്വൻസി ആയിരിക്കും, മൂന്നാമത്തെ കോളം ഒരു എക്സൈഡ് കോളം വരും അല്ലേ. ക്ലാസിന്റെ മിഡ് വാല്യൂസ്, ക്ലാസ് മാർക്സ് എടുക്കണം. പിന്നെ ബാക്കിയെല്ലാം പഴയ പോലെ തന്നെ xi മൈനസ് എ വേണം. അത് കഴിഞ്ഞിട്ട് മോഡ് xi മൈനസ് എ വേണം. ആൻഡ് ലാസ്റ്റ് കോളം വിൽ ബി മോഡ് xi മൈനസ് എ ഇൻറ്റു fi. നമ്മൾ അതിൽ FIയുടെ കോളം, FIയുടെ ടോട്ടൽ കണ്ടുപിടിക്കണം. അത് ക്യാപിറ്റൽ N ആണ്. അതിനുശേഷം ലാസ്റ്റ് കോളത്തിൻ്റെ ടോട്ടൽ കണ്ടുപിടിക്കണം. അത് സമ്മേഷൻ മോഡ് xi മൈനസ് എ ഇൻറ്റു fi ആയിരിക്കും. അത് കിട്ടിക്കഴിഞ്ഞാൽ ഈ ലാസ്റ്റ് കോളത്തിൻ്റെ സമ്മിനെ n കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പം നമുക്ക് ഈ ഫോർമുല ഉപയോഗിച്ച് നമ്മളുടെ മീൻ ഡീവിയേഷൻ അബൌട്ട് എ കിട്ടും. ഓക്കെ, അപ്പോൾ എക്സാക്ട്ലി സെയിം ആണ്. എന്താ പറയുക, ഗ്രൂപ്പ് കേസിലും ആകെയുള്ള ജോലി നമ്മുടെ xi സെപ്പറേറ്റ് ആയിട്ട് കണ്ടുപിടിക്കണം. അത്രയേ ഉള്ളൂ.
അപ്പം അങ്ങനെയാണെങ്കിൽ ജസ്റ്റ് ടേക്ക് യുവർ നോട്ട്ബുക്സ് ആൻഡ് റൈറ്റ് ദ നോട്ട്സ്. അപ്പം അടുത്ത ഹെഡിങ് മീൻ ഡീവിയേഷൻ ഫോർ ഗ്രൂപ്ഡ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ. Mean deviation for grouped frequency distribution. അതിൻ്റെ താഴെ എഴുതൂ, when classes and frequencies are given, when classes and frequencies are given, find the class marks. Find the class marks. Full stop. Let x1, x2, etc. xn be the class marks with frequencies f1, f2, etc. fn. Let x1, x2, etc. xn be the class marks with frequencies f1, f2, etc. fn. Then the mean deviation about A is found out using this formula. Then the mean deviation about A is found out using the formula. എന്ന് പറഞ്ഞിട്ട് ഈ സ്ക്രീനിൽ കിടക്കുന്ന ഫോർമുല അതേപടി എഴുതിക്കേ. എം ഡി ഓഫ് എ ഈസ് ഈക്വൽ ടു 1/n summation I equal to 1 to n mod xi minus a into fi. ഓക്കെ, ഇതാണ് അതിൻ്റെ നോട്ട്. ഇനി നമുക്ക് ഒരു പ്രോബ്ലത്തിലോട്ട് പോവാം. Just do a problem. Find the mean deviation. Find the mean deviation about the mean deviation about the mean for the given data. എന്നിട്ട് ക്ലാസിൻ്റെ നേരെ 0 to 5, 5 to 10, 10 to 15, 15 to 20, 20 to 25. മീൻ ഡീവിയേഷൻ അബൌട്ട് ദ മീൻ ആണ് കേട്ടോ. അടുത്തത് ഫ്രീക്വൻസി 2, 3, 5, 7, 4. So find the mean deviation about the mean for the given data. എന്നിട്ട് ഇതാണ് നമ്മളുടെ ഡേറ്റ. ക്വസ്റ്റ്യൻ എഴുതിയിട്ട് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ആലോചിച്ച് നോക്കൂ. എന്ത് ചെയ്യണം? നമ്മളുടെ ടേബിൾ വരയ്ക്കണം. അപ്പം ആദ്യം മീൻ ഡീവിയേഷൻ അബൌട്ട് ദ മീൻ ആണ് അല്ലേ? മീൻ ഡീവിയേഷൻ അബൌട്ട് ദ മീൻ ആയതുകൊണ്ട് ഫസ്റ്റ് ഡ്യൂട്ടി എന്താണ്? അരിത്തമെറ്റിക് മീൻ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മളുടെ ഫസ്റ്റ് റെസ്പോൺസിബിലിറ്റി. അപ്പം നമുക്ക് ആദ്യത്തെ നമ്മളുടെ അരിത്തമെറ്റിക് മീൻ കണ്ടുപിടിക്കാൻ നോക്കാം. സോ നമ്മുടെ ഡേറ്റ ഞാൻ ഒന്നുകൂടെ വായിക്കാം. എനിക്ക് ഇടയിൽ ഒരു ചെറിയ നെറ്റ്വർക്ക് ഇഷ്യൂ വന്നുകൊണ്ട് ഐ തിങ്ക് ഡേറ്റയുടെ നമ്പേഴ്സ് മാറിയിട്ടുണ്ടോ എന്ന് തോന്നുന്നു. സോ ക്ലാസ് എന്ന് പറയുന്നത് 0 to 5, 5 to 10, 15 to 20, 20 to 25, 25 to 30. ഫ്രീക്വൻസീസ് 2, 3, 5, 7, 4. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ ഡേറ്റ ആയിട്ട് എടുത്തത്. വി ആർ ആസ്ക്ഡ് ടു ഫൈൻഡ് ദ മീൻ ഡീവിയേഷൻ അബൌട്ട് ദ മീൻ. അപ്പം നമ്മളുടെ ഫസ്റ്റ് റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് അരിത്തമെറ്റിക് മീൻ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ എഴുതൂ, ടു ഫൈൻഡ് ദി അരിത്തമെറ്റിക് മീൻ. ഇത് ഗ്രൂപ്പ്ഡ് ഡേറ്റയാണ്. അരിത്തമെറ്റിക് മീൻ കണ്ടുപിടിക്കണമെങ്കിൽ എഗെയിൻ വി നീഡ് എ ടേബിൾ. എന്തൊക്കെയായിരുന്നു ടേബിളിലെ കോളംസ് ആയിട്ട് വേണ്ടിയിരുന്നത്? XI കോളം വേണം, FI വേണം. അരിത്തമെറ്റിക് മീൻ കണ്ടുപിടിക്കാനായതുകൊണ്ട് XI FIയുടെ കോളവും വേണം. അപ്പം ആദ്യത്തെ നമ്മുടെ ജോലി ഈ കോളംസ് ഫില്ല് ചെയ്യാന്നാണ്. എന്തുകൊണ്ടാണ് XI FI കണ്ടുപിടിക്കുന്നത്? ഗ്രൂപ്പ് ഡേറ്റയിൽ അരിത്തമെറ്റിക് മീൻ X bar is defined as 1/N summation I equal to 1 to n XI into FI. ഈ ഫോർമുല ആയതുകൊണ്ടാണ് നമ്മൾ ആദ്യം അരിത്തമെറ്റിക് മീനിന് വേണ്ടിയിട്ട് ഈ ടേബിൾ കണ്ടുപിടിക്കുന്നത്. സോ ദിസ് ഇസ് എ ഫസ്റ്റ് ടേബിൾ. വേഗം ഇത് ഫില്ല് ചെയ്തേ. ഓൺലൈൻ ആയതുകൊണ്ട് ഞാൻ നിങ്ങളുടെ കൂടെ തന്നെ ചെയ്യാം. സോ എക്സൈസ് എന്ന് പറയുന്നത് എന്തൊക്കെയാണ്?
ഓരോ ക്ലാസ്സിന്റെ മിഡ് വാല്യൂസ് ആണ്. അപ്പോൾ 2.5, 7.5, 17.5, 22.5, 27.5. ഇതാണ് XI. FI എന്ന് പറയുന്നത് 2, 3, 5, 7, 4. അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് ആദ്യം അടുത്തത് XI FIയുടെ കോളം കണ്ടുപിടിക്കണം. 5, അടുത്തത് 5 3s are 15, 7 3s are 21, 22.5, അടുത്തത് 5 5s are 25, 7 5s are 35, 38, 5 1s are 5, 6 7 8, 30, 88, 88.5, ഇത് 7 5s are 35, 3, 7 2s are 14, 17, 1 5 2s are 10, 11, 117.5, അടുത്തത് 5 4s are 20, 7 4s are 20, 29, 30, 3, 4 2s are 8, 9, 10, 11. അപ്പം ഇതാണ് നമ്മുടെ XI FI വാല്യൂസ്. ഞാൻ ജസ്റ്റ് മനസ്സിൽ കാൽക്കുലേറ്റ് ചെയ്താണ്, നിങ്ങളത് കറക്റ്റായിട്ട് കാൽക്കുലേറ്ററിൽ ചെയ്യണം. അപ്പം ഇതിൻ്റെ ടോട്ടലും ഫ്രീക്വൻസിയുടെ ടോട്ടലും ഉപയോഗിച്ച്, ഫ്രീക്വൻസി ടോട്ടലാണ് ക്യാപിറ്റൽ N, ഇതിൻ്റെ ടോട്ടലാണ് സമ്മേഷൻ XI FI. ഇത് രണ്ടും ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഈ ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് X ബാർ കണ്ടുപിടിക്കാം. സോ യു ഹാവ് ടു ഫൈൻഡ് X ബാർ. സോ X ബാർ ഇസ് ഈക്വൽ ടു 1 by ക്യാപിറ്റൽ N സമ്മേഷൻ XI FI. അതിനകത്ത് ഈ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഫൈൻഡ് X ബാർ. X ബാർ കിട്ടിക്കഴിഞ്ഞാലാണ് പിന്നെ നമ്മുടെ മീൻ ഡീവിയേഷന്റെ ഫോർമുലയിലോട്ട് നമുക്ക് പോകേണ്ടത്, അല്ലേ? മീൻ ഡീവിയേഷൻ കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്തായിരുന്നു? We'll just write it once more. Mean deviation about A is equal to 1 by capital N summation I equal to 1 to N mod XI minus A into FI. So, ഇതാണ് അടുത്ത നമ്മളുടെ ഡ്യൂട്ടി, ടു ഫൈൻഡ് ദ മീൻ ഡീവിയേഷൻ അബൌട്ട് എ. ഓൾറെഡി നമുക്ക് എ എന്ന് പറയുന്നത് X ബാർ ആണ്, മീൻ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇത് കിട്ടാൻ വേണ്ടി നമ്മളുടെ സെക്കൻഡ് ടേബിള് ഇനിയും വരയ്ക്കണം. ഓർത്തോണം, ഇത് എക്സാമിന് ചോദിക്കും, 99% ചോദിക്കും. ചോദിച്ചാൽ ഇതൊരു 7 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ടായിരിക്കും വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് ജോലിയുണ്ട്, കുറച്ചധികം കാര്യങ്ങൾ അതിനകത്ത് ചെയ്യേണ്ടി വരും. അപ്പം അടുത്ത ടേബിൾ എങ്ങനെയായിരിക്കും? ഈ ഫോർമുലയ്ക്ക് വേണ്ടിയുള്ള ടേബിൾ ആണ്. അപ്പം നമ്മുടെ കോളംസ് ഏതൊക്കെയാണ്? XI ഉണ്ട്, FI ഉണ്ട്, പിന്നെ XI ഉണ്ട്. എ എന്ന് പറയുന്നത് X ബാർ ആണ് കേട്ടോ. അടുത്തത് മോഡ് XI മൈനസ് എ ഉണ്ട്, അടുത്തത് മോഡ് XI മൈനസ് എ ഇൻറ്റു FI ഉണ്ട്. അപ്പം ഇത്രയും ടേബിൾസ് എടുത്തിട്ട് ഇവിടെ ഇനി എന്തൊക്കെ വേണം? നമ്മുടെ FIയുടെ ടോട്ടൽ ക്യാപിറ്റൽ N വേണം, ലാസ്റ്റ് കോളത്തിന്റെ ടോട്ടലും വേണം, അല്ലേ? ലാസ്റ്റ് കോളത്തിന്റെ ടോട്ടലാണ് സമ്മേഷൻ മോഡ് XI മൈനസ് എ ഇൻറ്റു FI. സമ്മേഷൻ I ഈക്വൽ ടു 1 to N. ഈ രണ്ട് ടോട്ടൽ ഉപയോഗിച്ച് നമുക്ക് നമ്മളുടെ ഈ ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് എന്ത് ചെയ്യാം? നമ്മളുടെ മീൻ ഡീവിയേഷൻ അബൌട്ട് എ കണ്ടുപിടിക്കും. അപ്പം അത് ഈ പ്രോബ്ലം കംപ്ലീറ്റ് ചെയ്യണം, ബിക്കോസ് യു ഹാവ് ടു പ്രാക്ടീസ് ഇറ്റ്. ഒരെണ്ണെങ്കിലും ചെയ്ത് നോക്കിയില്ലെങ്കിൽ നമുക്ക് എക്സാമിനേഷന് പാടാവും. സോ കംപ്ലീറ്റ് ദിസ് പ്രോബ്ലം. ഓക്കെ, അപ്പം ഇതോടുകൂടി മീൻ ഡീവിയേഷൻ കഴിഞ്ഞു. വിൽ ഡീൽ വിത്ത് ദ റിമൈനിങ് പോർഷൻസ് ഇൻ അനദർ വീഡിയോ. Okay, so thank you. Bye.